സ്പേസ് സ്റ്റൈലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു സജഷൻ പറഞ്ഞിട്ട് എന്തൊരു ഐഡിയ പറഞ്ഞാലും നോന്ന് ആരും പറഞ്ഞിട്ടില്ല. കമ്പാരിറ്റീവ്ലി മറ്റ് ഏജൻസീനെ വെച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും. ഹായ്, എൻ്റെ പേര് റിൻഡോ. ഞാൻ മർച്ചനേവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വൈഫ് ഡെൽഫിൻ. ഇവിടെ TCSലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻഫോ പാർക്കിൽ. ഇത് ഞങ്ങളുടെ മകൻ ഏതൻ UKG പഠിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഇൻറ്റീരിയർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഒരുപാട് ഏജൻസിയിൽ നിന്ന് ഇങ്ങനെ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ ഫ്രണ്ട് വഴിയാണ് സ്പേസ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു കമ്പനി കേട്ടത്. ജോജോ വന്നു. ഫസ്റ്റ് നമ്മൾ ഫ്ലാറ്റൊക്കെ കാണിച്ചു, നമ്മളുടെ ഐഡിയാസൊക്കെ ഷെയർ ചെയ്തു. ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു ജോജോൻ്റെ അടുത്ത് നമുക്ക് ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. ആ ടൈമിൽ എസ്പെഷ്യലി റിൻഡോ എബ്രോഡായിരുന്നു. അതുകൊണ്ട് ഞാനായിരുന്നു എല്ലാം കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് ഏജൻസീനെ വെച്ച് ഇവർ കുറച്ചും കൂടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും അതുപോലെ നമ്മൾ പറയുന്ന ഐഡിയാസിലുള്ള അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി ജോജോ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് വേ ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ സ്പേസ് സ്റ്റൈൽ ഫിക്സ് ചെയ്തത്. സ്പേസ് സ്റ്റൈലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു സജഷൻ പറഞ്ഞിട്ട് എന്തൊരു ഐഡിയ പറഞ്ഞാലും നോന്ന് ആരും പറഞ്ഞിട്ടില്ല. മാക്സിമം ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നമുക്ക് ഓരോ പ്രയർ യൂണിറ്റ് ആണെങ്കിലും TV യൂണിറ്റ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം വർക്കൗട്ട് ആകുന്ന രീതിയിലാണ് മാക്സിമം ട്രൈ ചെയ്തത്. നല്ലൊരു വർക്കാണ്, ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. റൂം അടിപൊളിയായിട്ടുണ്ട്. അവരുടെ വർക്കെല്ലാം നന്നായിരുന്നു. ആദ്യം തന്ന 3D അനുസരിച്ച് തന്നെയാണ് ഫൈനൽ വൺസ് വർക്ക് കംപ്ലീറ്റ് ആയപ്പോഴും സെയിം എക്സാക്ട്ലി അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവർ ചെയ്ത വർക്കിൽ ടൈമിൽ അവർ പറഞ്ഞ ആ ഒരു ടൈം ലൈനിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈവൻ 3D ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള ആ ഒരു ഡിസൈൻ വരുന്നവരെ, ആ ഒരു പ്ലാൻ വരുന്നവരെ അവർ റെഡി ആയിരുന്നു. നമ്മൾ പറയുന്നത് ചേഞ്ചസ് വരുത്താനും അതിനെ റീവർക്ക് ചെയ്തിട്ട് നമ്മളിൽ ഉദ്ദേശിച്ച അതേ എക്സ്പെക്റ്റേഷനിൽ നമുക്ക് ഡെലിവർ ചെയ്യാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നുന്നത്. സോ ഒരു ഡെഫിനറ്റ്ലി ഞാൻ വേറെ ആർക്കെങ്കിലും ഡെഫിനറ്റായിട്ടും റെക്കമെൻഡ് ചെയ്യും സ്പേസ് സ്റ്റൈൽ ഡിസൈൻ സ്റ്റുഡിയോ. താങ്ക് യു വൺസ് അഗൈൻ.